കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ഒരുപാട് സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കും. ഞാൻ അറിഞ്ഞൂടാ. അത് സത്യം പറഞ്ഞാൽ ഞാൻ ആ ലാർജർ ഇൻട്രസ്റ്റിനെ തോൽപ്പിക്കാനല്ല ഇത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെയും ഇന്നസെന്റ് ആയ ഒരാളെ ഉപദ്രവിക്കാൻ ഞാൻ കാരണമാവാനും പറ്റൂല. ഇന്നസെന്റ് ആയ ആൾക്കാരുണ്ട്, അവരെ പെടുത്താനോ ഇത് ഉപയോഗിക്കാൻ ഒക്കില്ല. അജയ് വിൻസെന്റ് സാറിനെയൊക്കെ ലണ്ടനിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്നൊക്കെ പറയുന്ന കേട്ടു. ആരൊക്കെ എന്ത് ചെയ്യാൻ? അത് എനിക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം ഈ അജയ് വിൻസെന്റ് സാറിനെ വിളിച്ചെന്നൊക്കെ പറയുന്ന ഹിയർസേ ആണ്. ഞാൻ നേരിട്ട് കേട്ടില്ല. ഞാൻ ആകെ സംസാരിച്ച അലക്സിന്റെ അടുത്താണ്. അലക്സ് അനുഭവിച്ച ട്രോമ, അലക്സ് അവർ ഉപദ്രവിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയല്ല. അലക്സിന് പറയും എന്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് സ്ത്രീ വിഷയത്തിൽ ഞാൻ പോയിരുന്ന മൊഴി കൊടുക്കേണ്ടി വരുന്നത്. അതും ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അതെനിക്ക് ഭയങ്കര പ്രയാസമായി പോയി സുഹൃത്തുക്കൾ. അത്രയാണ് ബേസിക് ആയിട്ട്. ഞാൻ എന്റെ ഒരു ഇമോഷണൽ കാര്യമായിട്ടും കൂടെ നിങ്ങൾക്ക് വേണേൽ കാണാം. ഞാനൊരു ഇമോഷണൽ വ്യക്തിയും കൂടിയാണ്. ഞാൻ ഒരാളെയും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി പോയി എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി എന്താ വിചാരിക്കുന്നത് അവര് തന്നെ പറയണം. മാഡം പറയണം ഞങ്ങളോട് എന്താണ് മാഡം പറഞ്ഞിട്ടാണ് മാഡം ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായി? മാഡം പറയട്ടെ ഞങ്ങളോട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ മാഡം ഞങ്ങൾ എടുത്തത്. നാളെ ഇത് കേസാവും എന്ന് പറഞ്ഞാണോ നമ്മളോട് ചോദിച്ചതെന്ന് മാഡം പറയട്ടെ. ഇത് വളരെ സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ നമുക്കൊരു സത്യസന്ധമായി ഇതിന്റെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് അറിയണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് ഒരു അതൃപ്തിയില്ല, നീരസവും ഇല്ല, എനിക്ക് ഒന്നുമില്ല. നമുക്ക് ഇതെല്ലാം തന്നെ ആരും ബാഡ് ഇന്റൻഷനിലൊന്നും ചെയ്യുന്നില്ല. SIT-യോട് പോലും എനിക്കില്ല. ആരും ബാഡ് ഇന്റൻഷനിലല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നല്ല ഇന്റൻഷനിൽ ചെയ്യുന്ന കാര്യം പോലും നല്ല മനുഷ്യരെ ഉപദ്രവിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ ഞാൻ ആ കൂട്ടത്തിലില്ല. എനിക്ക് അത്രയും കമ്മിറ്റ്മെന്റ് കുറഞ്ഞു എന്ന് വിചാരിച്ചു. ഇത്രയും വർഷം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു നല്ല ഒരു പുരുഷനെ എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളെ ഇതിനകത്ത് സമൂഹത്തിന് അല്ലെങ്കിൽ ഇയാളെ ഒരു ഇന്നാരെ SIT-യോ അല്ലെ ക്രൈം ബ്രാഞ്ചോ വിളിച്ച് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ സമൂഹം അയാളെ മോശമായിട്ട് നോക്കുമോ? അയാളുടെ ഭാര്യയ്ക്ക് സംശയം വരുമോ? അല്ലെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സംശയം വരുമോ? അതിന് ഞാൻ തയ്യാറല്ല. അത്രയും നല്ല ആളാ, അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അലക്സിന്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുന്നതിനെക്കാട്ടി സേഫ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെയൊക്കെ നമ്മളായിട്ട് ഹാരസ് ചെയ്യാൻ ഇടയാവുന്നെന്ന് പറയുമ്പം ഇനി അത്ര ഹാരസ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കത് പറ്റത്തില്ല. നേരത്തെ SIT പല നടപടികളിലേക്ക് കടന്നപ്പോൾ WCC പിന്മാറുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു, ചർച്ചകളൊക്കെ വന്നിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ നീക്കം സ്വാഭാവികമായ രീതിയിൽ ബന്ധപ്പെട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും. WCC-യിൽ ഞാൻ അംഗമല്ല. എനിക്ക് അവരുടെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ധാരണയില്ല. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് വരെയും അലക്സിനെ കുറിച്ച് പറയുന്നത് വരെയും അവരുടെ ചോദ്യം ചെയ്യൽ രീതി കേൾക്കുന്നവരെയും ഞാൻ ഇതിനകത്ത് സത്യസന്ധമായിട്ട് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെ. പക്ഷെ ഇത് ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ചീത്തപ്പേരുണ്ടാവും, അവരെല്ലാം ട്രോമ അനുഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഭാഗമല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നും ഇല്ല. ഞാൻ സുപ്രീം കോടതി ഞാൻ SIT എടുത്ത് പോയിരുന്നില്ല, ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് പോകുന്നില്ല. ഞാൻ സുപ്രീം കോടതി എടുത്താണ് പറയും. കേസില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്താ. എനിക്ക് കേസില്ല. കാരണം ഇത് പ്രൊഡക്ഷനും പ്രൊഡ്യൂസറും ഡയറക്ടറും ഒന്നും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓൺ ഷോട്ട് അയാൾ വല്ല മദ്യപിച്ചിട്ടോ വല്ലതും ഉണ്ടായിരുന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ കയറി പിടിച്ചതാണ് എന്നെ ഷോട്ടിന്റെ ഇടയ്ക്ക്. അപ്പൊ അവർക്ക് ആ സിനിമ തീർക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ റീടേക്ക് എന്ന് പറയും. അത് കഴിഞ്ഞ് അയാള് കൈ മൂവ്മെന്റ്സ് ഒഴിവാക്കുന്ന അങ്ങേരോട് പറയുകയും ചെയ്തു ഡയറക്ടർ. പക്ഷെ എനിക്ക് ട്രോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഡയലോഗ് തീർക്കാൻ പറ്റിയില്ല. 10-12 ടേക്ക് എടുത്ത് പിറ്റേ ദിവസം ഇയാളുടെ അടുത്ത് അഭിനയിക്കേണ്ടി വന്നു. അത് ആ ഷോട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. അതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്, ഇല്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ടേക്ക് എടുക്കാൻ പാടുണ്ടായിരുന്നു. സിനിമ തീർക്കണ്ടേ? അങ്ങനത്തെ ടെക്നിക്കൽ ചോദ്യങ്ങൾ പറ്റൂല. സിനിമ അറിയാത്തോണ്ടാണ്. മനസ്സിലായോ? അതിന്റെ സാങ്കേതികതയാണിത്. പിന്നെ ആദ്യമേ തന്നെ പറഞ്ഞു മാഡത്തിനോട്, ആദ്യമേ തന്നെ ഞാൻ ഫസ്റ്റ് മാഡം എനിക്ക് കേസൊന്നുമില്ല മാഡം, കേസുണ്ടോ എന്നുള്ളൊരു ചോദ്യമേ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാനില്ല, ഒരു പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്